വെറുതെ ഇരുന്നപ്പോൾ തോന്നിയൊരു കഥയാണ് കേട്ടോ നമ്മൾ പറയുന്നത്. പണ്ട് എനിക്ക് എൻ്റെ ചേച്ചി പറഞ്ഞു തന്നൊരു കഥ. ഹനീഫ എന്നായിരുന്നു കഥയുടെ പേര്. പണ്ട് കാലത്ത് വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. നടന്നാണ് യാത്ര ചെയ്യുന്നതും കച്ചവടം ചെയ്തിരുന്നതും. ആ കാലത്ത് ഹനീഫ എന്നൊരാൾ കച്ചവടം കഴിഞ്ഞ് പാതിരായിട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എവിടെ നിന്നോ ഒരു വെളിച്ചം കണ്ടത്. എല്ലാവരും ഉറങ്ങിയല്ലോ, ഈ വീട്ടിലെന്താ മാത്രം ഉറങ്ങാത്തതെന്ന് നോക്കാനായിട്ട് ഹനീഫ അങ്ങോട്ടേക്ക് നടന്നു. അവിടെ കണ്ട കാഴ്ച ഹനീഫയ്ക്ക് വിഷമത ഉണ്ടാക്കി. 3 മക്കളും ഒരമ്മയും. അമ്മ കലത്തിൽ വെള്ളമൊഴിച്ച് വെറുതെ കയ്യിലോണ്ടിട്ട് ഇളക്കുകയായിരുന്നു. 3 മക്കളും വിശപ്പോടെ തളർന്ന് കിടക്കുകയാണ്. അപ്പം അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും, മക്കളെ ഭക്ഷണം ആയിട്ടില്ല കേട്ടോ, ഇപ്പാവുന്നു. അത് കേട്ട് വിശ്വാസത്തോടെ ഇവരെന്നും മക്കളെ ഉറക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനൊരു കഥ മനസ്സിൽ വന്നപ്പോൾ പറയാൻ തോന്നി. ഇതേപോലെ എനിക്കൊരു സ്വന്തം അനുഭവം ഉണ്ടായതാണ്. എൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്ത് ഒരു കുടിൽ 2 മക്കളും ഒരമ്മയും അച്ഛനും ഉണ്ട്. അച്ഛന് നല്ല കഴിവുള്ളൊരു മനുഷ്യനാണ്. ഒരു വണ്ടി കേടായി കഴിഞ്ഞ് തകർന്ന നിമിഷം കൊണ്ട് അയാൾ ആ വണ്ടി മെക്കാനിക്ക് ശരിയാക്കും. അത്രയും കഴിവുള്ളൊരു മനുഷ്യൻ. ആ മനുഷ്യൻ കുടിച്ച് വന്ന് ആ വീട്ടിൽ അമ്മയും മക്കളെയൊക്കെ തല്ലി. എന്നും അവിടെ നിന്ന് ഓളിയും ബഹളവും കേൾക്കാം. അദ്ദേഹം അടിക്കുന്നതും എല്ലാവർക്കും പേടിയാണ്. നാട്ടിൽ വരെ അയാൾക്ക് പേടിയായിരുന്നു. അയാൾ പേര് ഗോപി എന്നായിരുന്നു. പക്ഷെ അയാൾക്കൊരു വിളിപ്പേരുണ്ടായിരുന്നു. ആ വിളിപ്പേര് ഞാൻ പറയുന്നില്ല. അങ്ങനെ 2 മക്കളെ അയാൾ ഉപദ്രവിക്കും. അവർക്ക് വെച്ച ഭക്ഷണം മൊത്തം അയാളെടുത്ത് കഴിക്കും. ക്ലാസ് വിട്ട് ഉച്ചയ്ക്ക് ഒരു ഭക്ഷണത്തിന് വന്ന കാലത്തിലൊന്നും ഉണ്ടാവില്ല. അതതിൻ്റെ ഭാര്യ ചോദിച്ചു കഴിഞ്ഞാൽ മുടിക്കൊക്കെ കുത്തിപ്പിടിച്ച് നല്ല അടി കൊടുത്ത് നല്ലപോലെ സ്ത്രീനെ കുടിച്ചൊന്ന് ശിക്ഷിക്കാറുണ്ട്. മക്കളും കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയി. ഇന്നൊക്കെ മക്കൾ ആ ചേച്ചി ഉണ്ടോ എന്നറിയില്ല. ഒരുപാട് ചേച്ചി പാടത്തും പറമ്പിലും പോയി പണിയെടുത്തിട്ട് കുട്ടികളെ നോക്കിയിരുന്നത്. എന്താല്ലേ, ഇടിച്ച് വന്നാൽ ആൾക്കാർക്ക് ഒരു ബോധമില്ല. എത്രയോ വീടുകൾ ഇപ്പോഴും ഈ ബാറ് കാരണം നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മക്കൾക്ക് പഠിക്കാൻ പുസ്തകമില്ലാതെ, ഭക്ഷണമില്ലാതെ, ഫീസ് അടയ്ക്കില്ലാതെ അമ്മമാർ പാടത്തും പറമ്പിലും പോയി പണിക്ക് പോയി മറ്റൊന്നും ചിന്തിക്കാതെ അവർ കുടുംബത്തെ നോക്കുമ്പോൾ രാത്രി കഴിഞ്ഞാൽ ബാറിൽ കയറി വരുന്ന ആണുങ്ങളെയും കാത്ത് 12 മണി വരെ കാത്തിരിക്കുന്ന അമ്മമാർ, വന്നു കഴിഞ്ഞാൽ അമ്മമാരെ ശിക്ഷിക്കുന്ന ഭർത്താക്കന്മാർ. ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകളും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നിർത്തിയെങ്കിൽ നമ്മുടെ ലോകം നന്നാവുള്ളൂ. അമ്മമാർ എത്ര വിശന്നാലും അവർ ഭക്ഷണം കഴിക്കില്ല. ഭർത്താക്കന്മാർക്കും മക്കൾക്കും കൊടുത്തിട്ടോ അമ്മമാർ കഴിക്കുള്ളൂ. അങ്ങനെ വളർത്തി കൊണ്ടുവന്ന് ഓരോ സമയം വാറി കയറി വന്ന് ഇത്തരം നല്ല പെണ്ണുങ്ങളെ അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാർ. എന്തല്ലേ കാലം. ഒരുപാട് വീട്ടിൽ ഇപ്പോഴും പട്ടിണിയുണ്ട്. നല്ലൊരു ഭക്ഷണം കഴിക്കാത്ത വീട്ടുകാരുണ്ട്. എന്താ ചെയ്യുക, ആണുങ്ങൾ പകുതി ഭാഗം ബാറിലേക്കാണ് കാശ് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ എന്തെങ്കിലും നിന്നാൽ നമുക്ക് നല്ലൊരു കാലം പ്രതീക്ഷിക്കുക.